തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെ ലിഫ്റ്റിൽ ഒരു രോഗി കുടുങ്ങിപ്പോയ സംഭവം അതെല്ലാവർക്കും ഓർമ്മ കാണും. നഷ്ടപരിഹാരം നൽകണം എന്നൊരു ഉത്തരവാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. 2 മാസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഉത്തരവ്. അതിനുശേഷം പ്രസ്തുത തുക ഉത്തരവാദികളിൽ നിന്നും നിയമാനുസൃതം ഈടാക്കാവുന്നതാണ് എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 13-നാണ് രോഗി 42 മണിക്കൂർ നേരം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്. ഹരികൃഷ്ണൻ, ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജൂലൈ 13-നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പോങ്ങുമൂട് സ്വദേശിയായ രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ 42 മണിക്കൂർ കുടുങ്ങിക്കിടന്ന സംഭവം വളരെ ഞെട്ടലോടെയാണ് തിരുവനന്തപുരം കേട്ടത്. അതായത് അന്ന് ഈ സംഭവത്തിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായി ഇതിൽ ഇടപെട്ടിരുന്നു, അന്ന് കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായി 2 മാസത്തിനുള്ളിൽ നൽകണമെന്നുള്ള ഒരു ഉത്തരവാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല ആ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് സ്ഥിരമായി തകരാറിലാവുന്ന ലിഫ്റ്റാണ്. മാത്രമല്ല അത് ശരിയാക്കിയതിന് ശേഷം വീണ്ടും തകരാറിലാവുന്ന ലിഫ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ജാഗ്രത ആ ലിഫ്റ്റിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ കാണിക്കണമായിരുന്നു. അങ്ങനെ ഒരു ജാഗ്രത അവിടെ ഉണ്ടായില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ലിഫ്റ്റ് സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നിയമപരമായ നടപടിയെടുക്കാവുന്നതാണ്. അത്തരം നിർദ്ദേശങ്ങൾ കൂടി മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്.